2021 ജൂലൈ 5 സമയം ഉച്ചയ്ക്ക് 2:30 അടുക്കുന്നു. ബോംബെ ഹൈക്കോടതിയുടെ 2-അംഗ ബെഞ്ച് ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. പെട്ടെന്ന് കോടതിയുടെ വാദം തടസ്സപ്പെടുത്തിക്കൊണ്ട് മുതിർന്ന അഭിഭാഷകൻ മിഹിർ ദേശായി ഒരു മരണവാർത്ത പുറത്തുവിട്ടു. ആരുടെ ജാമ്യാപേക്ഷയാണോ കോടതി പരിഗണിക്കാനിരുന്നത്, അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു. UAPA ചുമത്തി ഇന്ത്യയിൽ തടവിലാക്കപ്പെട്ട ഏറ്റവും പ്രായം കൂടിയ വ്യക്തി, മരണത്തിൽ പോലും നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യൻ, മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് ഭരണകൂടം വേട്ടയാടിയ മനുഷ്യാവകാശ പ്രവർത്തകൻ, ക്രിസ്തീയ പുരോഹിതൻ. ആരായിരുന്നു ഫാദർ സ്റ്റാൻ സ്വാമി? മഹാരാഷ്ട്രയിലെ കൊറേഗാവ് ഗ്രാമത്തിൽ മറാത്ത സാമ്രാജ്യവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധം ഇന്ത്യയിലെ ദളിത് വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നാഴികക്കല്ലാണ്. തങ്ങളെ ചൂഷണം ചെയ്ത് അടിച്ചമർത്തി ഭരിച്ചിരുന്ന മറാത്ത സാമ്രാജ്യത്തിനെതിരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പടയാളികളായിരുന്ന ദളിതരായ മഹർ വിഭാഗം പോരാടി നേടിയ വിജയം കൂടിയാണ് ഭീമ കൊറേഗാവ് യുദ്ധം. 1928 മുതൽ കൊറേഗാവ് യുദ്ധത്തിന്റെ വാർഷികം ദളിത് ജനവിഭാഗം ആഘോഷിച്ചു പോരുന്നുമുണ്ട്. അതിന് തുടക്കമിട്ടതാകട്ടെ BR അംബേദ്കറും. അങ്ങനെ കൊറേഗാവ് യുദ്ധത്തിന്റെ 200-ാം വാർഷികം ആഘോഷിക്കാൻ 2017 ഡിസംബർ 31 മഹാരാഷ്ട്രയിലെ കൊറേഗാവ് ഭീമയിൽ ദളിത് വിഭാഗങ്ങൾ ഒത്തുകൂടി. ഈ പരിപാടിയിലേക്ക് കാവിക്കൊടി ഏന്തിയ ഒരു സംഘം ആളുകൾ വാളുകൾ അടക്കമുള്ള ആയുധങ്ങളുമായി കടന്നുകയറി. അവിടെ ഉണ്ടായിരുന്ന ദളിതർക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടു. സംഭവത്തിൽ അന്ന് പോലീസ് കേസെടുത്തു, 2 FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. കേസിലേക്ക് വന്നപ്പോൾ പക്ഷേ അക്രമികളായിരുന്നില്ല. അവിടെ ഒത്തുകൂടിയ ദളിതർക്കും ആക്ടിവിസ്റ്റുകൾക്കുമെതിരെയാണ് ഗൂഢാലോചനയുടെ പേരിൽ FIR വന്നത്. അതിലൊരു FIR-ൽ പറയുന്നത് മാവോയിസ്റ്റ് ബന്ധമുള്ള ഇടത് സംഘടനകളാണ് ഭീമ കൊറേഗാവിൽ അക്രമം അഴിച്ചുവിട്ടതെന്നാണ്. പിന്നാലെ പൂനെ പോലീസിന്റെ നേതൃത്വത്തിൽ ഒരു സീരീസ് ഓഫ് അറസ്റ്റുകൾ. ആക്ടിവിസ്റ്റുകളായ റോണ വിൽസൺ, വരവർ റാവു, സുധാ ഭരദ്വാജ്, ഗൗതം നവ്ലാഖ, ബെർണോൺ ഗോൺസാൽവസ്, ആനന്ദ് തെൽത്തുംഡെ, ഇങ്ങനെ നീളുന്നു അറസ്റ്റിലായവരുടെ ലിസ്റ്റ്. കൂട്ടത്തിൽ ഭീമ കൊറേഗാവിലെ പരിപാടിയിൽ പങ്കെടുക്കുക പോലും ചെയ്യാത്ത ഫാദർ സ്റ്റാൻ സ്വാമി. ഇന്ത്യയുടെ പല ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകരെ ഒരുമിച്ച് ഒരു കേസിൽപ്പെടുത്താൻ സാധിച്ചു എന്നതാണ് ഭരണകൂടത്തിന് ഇതിലൂടെ ഉണ്ടായ നേട്ടം. 1937 തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ ജനിച്ച സ്റ്റാൻ സ്വാമി ചെറുപ്പം മുതലേ പഠനത്തിലും പ്രാർത്ഥനയിലും താല്പര്യം പ്രകടിപ്പിച്ചയാളായിരുന്നു. പൗരോഹിത്യം സ്വീകരിച്ച സ്വാമി നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് വേണ്ടി പോരാടുന്നതാണ് തന്റെ ആത്മീയ വഴി എന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. ഝാർഖണ്ഡിലെ ആദിവാസി വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി 3 പതിറ്റാണ്ടിലധികം അദ്ദേഹം പോരാടി. 1996 യുറേനിയം കമ്പനിക്കെതിരെ സമരം ചെയ്തതും 2017 പെസ നിയമത്തിനെതിരെ നടത്തിയ സമരവും അദ്ദേഹത്തെ കോർപ്പറേറ്റ് ലോകത്തിന്റെ ശത്രുവാക്കി മാറ്റി. ഇതിന്റെ പരിണിതഫലം കൂടിയാണ് ഭരണകൂടത്തിന്റെ കണ്ണിലെ കരടായി മാറിയതും 2018 ഭീമ കൊറേഗാവ് കേസിൽ പെട്ടതും എന്ന് പറയേണ്ടി വരും. മാവോയിസ്റ്റ് ബന്ധം സ്ഥാപിക്കാൻ അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് എടുത്തത് എന്ന അവകാശവാദത്തിൽ NIA രേഖകളും നിരത്തി. 2020 ഒക്ടോബർ 8 സ്റ്റാൻ സ്വാമിയെ NIA അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിനെതിരെ UAPA ചുമത്തി, ജയിലിലടച്ചു. അന്ന് 83 വയസ്സുള്ള പാർക്കിൻസൺ രോഗബാധിതനായ സ്വാമിയുടെ ആരോഗ്യം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയവേ ഓരോ ദിവസവും മോശമായിക്കൊണ്ടിരുന്നു. കൈകൾ വിറയ്ക്കുന്നത് കാരണം പരസഹായമില്ലാതെ വെള്ളം കുടിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലെത്തിയപ്പോൾ അദ്ദേഹം സ്വന്തമായി ഒരു കപ്പും സ്ട്രോയും തരണമെന്ന് അധികൃതരോട് ആവശ്യപ്പെട്ടു. എന്നാൽ അതുപോലും മഹാരാഷ്ട്രയിലെ തലോജ ജയിൽ അധികൃതർ അദ്ദേഹത്തിന് നൽകിയില്ല. ഇതിനിടെ കോവിഡ് കൂടെ ബാധിച്ചതോടെ സ്വാമിയുടെ ആരോഗ്യനില വഷളായി. ജാമ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ട അദ്ദേഹത്തിന്റെ അഭിഭാഷകർ കോടതികൾ കയറിയിറങ്ങി. പ്രായമോ ആരോഗ്യാവസ്ഥയോ പരിഗണിച്ച് ജാമ്യം കിട്ടാമായിരുന്നിട്ടും അദ്ദേഹത്തിന് അത് നിഷേധിക്കപ്പെട്ടു. ഒരു സിസ്റ്റം ഒത്തൊരുമിച്ച് അത് നിഷേധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. മഹാരാഷ്ട്ര സർക്കാരും NIA-യും കോടതിയിൽ ജാമ്യത്തെ എതിർത്തു. ഇതിനിടെ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അദ്ദേഹത്തെ ബാന്ദ്രയിലെ ഒരു ചാരിറ്റബിൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ഒടുവിൽ ജാമ്യ ഹർജി പരിഗണിക്കാൻ ബോംബെ ഹൈക്കോടതി തയ്യാറായപ്പോഴേക്കും പുറത്തു വന്നത് സ്റ്റാൻ സ്വാമി മരിച്ചു എന്ന വാർത്തയായിരുന്നു. 2021 ജൂലൈ 5 തന്റെ 84-ാം വയസ്സിൽ 9 മാസത്തോളം നീണ്ട ജയിൽവാസത്തിന് ശേഷം രാജ്യം മുഴുവൻ സ്റ്റാൻ സ്വാമി ജയിലറയ്ക്കുള്ളിൽ നേരിട്ട മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഭരണകൂടം വേട്ടയാടിയ നിരവധി പേരുടെ ലിസ്റ്റിലേക്ക് സ്റ്റാൻ സ്വാമിയുടെ പേരും കൂട്ടിച്ചേർക്കപ്പെട്ടു. ഭീകരവാദിയെ പോലെയായിരുന്നു അധികാരവർഗം അദ്ദേഹത്തെ കണ്ടത്. സ്റ്റാൻ സ്വാമിയുടേത് സാധാരണ മരണമല്ല, ഭരണകൂടം ചെയ്ത കൊലപാതകമാണെന്ന് പറഞ്ഞ് തെരുവുകളിൽ പ്രതിഷേധങ്ങൾ അരങ്ങേറി. എന്നാൽ ഇന്ന് സ്റ്റാൻ സ്വാമി മരിച്ച് 4 വർഷങ്ങൾക്കിപ്പുറവും നമ്മുടെ ഇന്ത്യ രാജ്യം മനുഷ്യാവകാശങ്ങളിലും അഭിപ്രായ സ്വാതന്ത്ര്യത്തിലും എത്രത്തോളം മുന്നോട്ട് പോയി? അതൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് ഉമർ ഖാലിദിനെയും കഫീൽ ഖാനെയും സഞ്ജീവ് ഭട്ടിനെയും പോലെ 100 കണക്കിന് പേർ ഇന്നും ഭരണകൂട വേട്ടയുടെ ഇരകളായിക്കൊണ്ടിരിക്കെ.